മാൻസറ ബ്ലാക്ക് വാനില. മാൻസറയിൽ വളരെ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ബ്ലാക്ക് വാനില. 2017 ഇറങ്ങിയ പെർഫ്യൂം, പ്യൂറി മോണ്ടാൽ എന്നുള്ള പെർഫ്യൂമർ. ഒന്നാമത്തെ കാര്യം, ഈ പെർഫ്യൂം വളരെ സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രൊജക്ഷൻ മാസീവാണ്. ഒരു മുറിയിൽ നിങ്ങൾ പോകുന്നതിന് മുമ്പേ തന്നെ മുറിയിൽ ആദ്യം മണമെത്തുന്ന പ്രൊജക്ഷനാണ് ഇതിൻ്റെ പ്രൊജക്ഷൻ. ഒരു മോൺസ്റ്റർ ലെവൽ പ്രൊജക്ഷൻ. മാൻസറയുടെ പെർഫ്യൂംസ് ഒക്കെ അങ്ങനെയാണ്. ഒരു നല്ലതുപോലെ ലോങ്ജിവിറ്റിയും നല്ലതുപോലെ പ്രൊജക്ഷനും ഉണ്ടാവും. ഇനി ഇത് വരുന്നത് ഒരു വാനില ഗുർമോണ്ട് ടൈപ്പ് DNA ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ടെസ്റ്ററാണ്. നല്ല ബാച്ചാണ്, ട്രൈ ചെയ്തു. നല്ല ബാച്ച് പെർഫ്യൂമർ അറിയാമല്ലോ, നമ്മുടെ പ്യൂറി മോണ്ടാൽ എന്നുള്ളതാണ് നമ്മുടെ ഇൻ ഹൗസ് പെർഫ്യൂമർ. ഇവിടെ ബ്ലാക്ക് വാനില എന്ന് കൊടുത്തിട്ടുണ്ട്. EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. പക്ഷേ എലിക്സർ ലെവൽ അല്ലെങ്കിൽ എലിക്സർ ലെവൽ പെർഫോമൻസ് ഉണ്ട്. ബാച്ച് കോഡും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാൻസറയുടെ ലോഗോ. ബോട്ടിൽ വരുന്നൊരു കറുത്ത ബോട്ടിലാണ് വരുന്നത്. ബ്ലാക്ക് വാനില പേര് മാത്രമേ ഉള്ളൂ ബ്ലാക്ക്, പക്ഷെ പെർഫ്യൂം വൈറ്റ് ആണ്. മാഗ്നറ്റിക് ക്യാപ്പ്, സ്പ്രെയർ, നല്ല പ്രഷറൈസറുള്ള സ്പ്രെയർ. ഇതിൻ്റെ പ്രൊഫൈൽ വരുന്നത് വാനില, പൗഡറി, ഫ്രൂട്ടി, സ്വീറ്റ്, വയലറ്റ്, മസ്കി, ഫ്ലോറൽ, കോക്കോനട്ട്, വൈറ്റ് ഫ്ലോറൽ, റോസ്. അയ്യോ, അടിപൊളി വാനില സ്മെൽ. ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് വൈറ്റ് പീച്ച്, ബ്ലാക്ക് കറണ്ട് എന്ന നോട്ട് പലപ്പോഴും എടുത്തു പറയാറുണ്ട്. ക്രീഡ് അവൻഡസിലടക്കം ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫ്രൂട്ടി സ്വീറ്റ് നോട്ടാണ് ബ്ലാക്ക് കറണ്ട്. ആ നോട്ട് ചേർത്തിട്ടുണ്ട്. കോക്കനട്ട്, ബെർഗാമോ, വയലറ്റ് ലീഫ്, ഈജിപ്ഷ്യൻ ജാസ്മിൻ, ബൾഗേറിയൻ റോസ്. ബേസ് നോട്ടിൽ മഡഗാസ്കർ വാനില, വൈറ്റ് മസ്ക്. ഇത്രയാണ് ഇതിൻ്റെ നോട്ട്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ കാലാവസ്ഥയിൽ ഏത് മണമാണെന്ന് ഇപ്പോൾ പറയാം. ഓപ്പണിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്നത്, ആദ്യത്തെ സ്പ്രേയിൽ കിട്ടുന്നത് ബ്ലാക്ക് കറണ്ടും പീച്ചും കൂടെ ചേരുമ്പോൾ ഒരു മണം. ഏതാണ്ട് നമ്മുടെ മധുരമുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ മണമായിട്ടായിരിക്കും ഓപ്പണിങ്ങിൽ കിട്ടുക. ഒരു സ്വീറ്റ് ഫ്രൂട്ടി സ്മെൽ. അതോടൊപ്പം തന്നെ കോക്കനട്ടിൻ്റെ, തേങ്ങാപ്പാലിൻ്റെ ഒരു കോക്കനട്ടിൻ്റെ ഒരു ട്രോപ്പിക്കൽ ചുവയുള്ള ഒരു മണം. പാഷൻ ഫ്രൂട്ട്, ബ്ലാക്ക് കറണ്ട്, കോക്കനട്ട് ചേർന്നുള്ള 3 നോട്ട് കൂടി ചേരുമ്പോൾ ഒരു ട്രോപ്പിക്കൽ ഫീൽ തരുന്ന ഒരു നോട്ടായിട്ടാണ് ഓപ്പണിങ്ങിൽ വരുന്നത്. പിന്നീട് ഇത് പോകുന്നത് വാനിലയിലേക്ക്. വളരെ വേഗത്തിൽ തന്നെ വാനിലയിലേക്ക് ഇത് പോകും. വാനില എന്ന് പറയുമ്പോൾ ഒരു തരം കരിഞ്ഞ, പുകഞ്ഞ, അല്ലെങ്കിൽ ചവിട്ടി പിടിച്ച വാനിലയുടെ മണമല്ല. അല്ലെങ്കിൽ ബേക്കറിയിൽ കാണുന്ന പോലെ ബേക്കറിയിലെ പൊക്കോഴിൽ വരുന്ന സ്മോക്കി വാനില അല്ല. പകരം ഈ കേക്ക് ലൈക്ക് വാനില, നമ്മൾ സാധാരണ പിറന്നാളിനൊക്കെ കട്ട് ചെയ്യുന്ന ക്രീം കേക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വെളുത്ത വാനില, ക്രീം പോലുള്ള ക്രീം ബേസ്ഡ് വാനിലയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറേയേറെ പൗഡറി നോട്ട്. ഈ പൗഡറി നോട്ട് വരാൻ കാരണം വയലറ്റ് ലീഫ് ചേർത്തിരിക്കുന്നതാണ്. വയലറ്റ് ലീഫിന് ഒരു പൗഡറി ടച്ച് ഉണ്ട്. ഈ പൗഡറി നോട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പ്രാഡാലോമിലൊക്കെ പൗഡറി നോട്ട് ചേർത്തിട്ടുണ്ട്. ഈ പൗഡറി നോട്ട് വരുമ്പോൾ പെർഫ്യൂം കുറച്ചും കൂടി എലഗൻ്റ് ആവും, കുറെ കൂടി സ്മൂത്ത് ആവും. ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവും ഒരു പൗഡറി നോട്ട് കൂടി വരുമ്പോൾ. ഒരു ക്രീമി ലെയർ വിത്ത് പൗഡറി ടച്ച്. പിന്നെ വേറൊരു പ്രത്യേകത, ക്രൗഡ് പ്ലീസിങ് ആയിട്ടുള്ളൊരു മണമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഇതിന് കോംപ്ലിമെന്റ് കിട്ടാൻ വളരെയേറെ സാധ്യതയുള്ളൊരു പെർഫ്യൂമാണ്. ഇത്തിരി യുണീക്ക് ആയിരിക്കും ഈ പെർഫ്യൂം. ഒരു പൗഡറി, ഇപ്പം നല്ലതുപോലെ പൗഡറി മണവും വാനിലയും, ഒരു ഗുർമോണ്ട് സ്വീറ്റ് വാനില പെർഫ്യൂമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂം. പ്രധാനമായിട്ടും ഈ കല്യാണം, ഇപ്പം എൻ്റെ അടുത്ത് ഈ ദിവസങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു, ചേട്ടാ കല്യാണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂം. ഞാൻ അവർക്ക് റെക്കമെൻഡ് ചെയ്തൊരു പെർഫ്യൂമാണ്. നിങ്ങൾ ഈ ഒരു പെർഫ്യൂം, ഒരുപാട് പെർഫ്യൂം ഉണ്ട്, ഓരോ ദിവസം ഓരോരോ പെർഫ്യൂം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്കൂട്ടത്തിൽ നിങ്ങളൊന്ന് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് ബ്ലാക്ക് വാനില, പ്രത്യേകിച്ച് വനില പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫ്ലോറൽ നോട്ടുണ്ട്. ഫ്ലോറൽ മെയിനായിട്ട് വരുന്നത്. മിഡിൽ നോട്ടിലേക്ക് കയറുമ്പോൾ ചെറിയൊരു ബൾഗേറിയൻ റോസിൻ്റെ മണവും ഒക്കെ ചേർന്ന് വരുന്നൊരു മണം. പിന്നെ ഡ്രൈ ഡോണിലാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു എന്താ പറയുക മാജിക് ഉള്ളത്. അവിടെ വൈറ്റ് മസ്കും ഉണ്ടാകും, വാനില ഉണ്ടാകും. വാനിലയും വൈറ്റ് മസ്കും ചേരുമ്പോൾ ഒരു ക്രീമി, ഒരു ഫ്ലഫി ക്രീം ടെക്സ്ചറുള്ള ഒരു പെർഫ്യൂമായിട്ട് അത് മാറും, ഒരു മണമായിട്ട് അത് ചേഞ്ച് ആവും. സോ മുഴുവനായിട്ട് നോക്കുമ്പോൾ ഇതൊരു വാനില ഗുർമോണ്ട് സ്വീറ്റ് വാനില, അത് കേക്ക് ലൈക്ക് വാനില, ഒപ്പം ഫ്ലോറൽ പൗഡറി ടച്ച് വരുന്ന ഒരു പെർഫ്യൂം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണം. ഒരുപാട് നിങ്ങൾ അടിക്കേണ്ട കാര്യമില്ല, അത് സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു 6 സ്പ്രേക്ക് അപ്പുറം ഞാനിത് അടിക്കാൻ ആവശ്യപ്പെട്ടില്ല. ഒരു 6 സ്പ്രേ മതിയാവും. യൂണിസെക്സ് ആണ്, 2 കൂട്ടർക്ക് ഉപയോഗിക്കാം. നിങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കാണാൻ പോകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം, അല്ലെങ്കിൽ ഗേൾഫ്രണ്ടായിട്ട് പോകുന്ന സമയത്തൊക്കെ വേണം ഇത് കൂടുതലായിട്ട് അടിക്കാൻ. പിന്നെ കല്യാണം, പാർട്ടി, കൂട്ടിലായിട്ട് പുറത്ത് പോകുമ്പോൾ, ഷോപ്പിങ്ങിന്, വൈകുന്നേരം സിനിമയ്ക്ക് പോകുമ്പോൾ, അത്തരം സാഹചര്യങ്ങൾക്ക് ഈ പെർഫ്യൂം നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ ഓഫീസ് ഫ്രണ്ട്ലി ആണ്, ഓഫീസിൽ ഉപയോഗിക്കാം. ഓഫീസിൽ നിങ്ങൾ സ്ഥിരം ഒരു ഫ്രഷ് പെർഫ്യൂം അടിച്ചിടിച്ച് നിങ്ങൾക്കും അടുത്ത് കൂടെ നിൽക്കുന്നവർക്കും അടുത്ത് വെറൈറ്റി ആയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ അടിച്ചിട്ട് പോകും. ചിലപ്പോൾ കോംപ്ലിമെന്റ് കിട്ടും, ആൾക്കാർ നോട്ടീസ് ചെയ്യും. അതാണ് ഈ ഒരു പെർഫ്യൂം. ലോങ്ജിവിറ്റി മാൻസറയാണ്. മാൻസറയുടെ ലോങ്ജിവിറ്റിയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പ്രൊജക്ഷൻ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ, നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യും. ബോഡിയിൽ നിൽക്കുന്നുണ്ട്, വസ്ത്രത്തിൽ നിൽക്കുന്നുണ്ട്, നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. കാലാവസ്ഥ, എനിക്ക് തോന്നുന്നത് ഏത് കാലാവസ്ഥയിൽ ഇത് പോകും, ഏത് കാലാവസ്ഥയിൽ ഇത് വർക്കൗട്ട് ആവും. ഇപ്പോൾ
വീണ്ടും ഒരു മഴയും തണുപ്പും കാറ്റൊക്കെ വീണ്ടും വീശാൻ തുടങ്ങി. സോ ഈ ഒരു സീസണിൽ നല്ല രീതിയിൽ പുഷ് ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടിയോ കല്യാണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം അടിക്കാൻ കൂടെ നിൽക്കും, കട്ടക്ക് നിന്നോളും. ഇതിന്റെ വില വരുന്നത് അറൗണ്ട് ഒരു 8,500 അടുപ്പിച്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. 120 ml 120 ml. സോ 5 ml ഉണ്ട്, 2 ml ഉണ്ട്, 10 ml ഉണ്ട്. ഇതൊക്കെ അടിച്ചിട്ട് പോയാൽ അവർക്ക് കോംപ്ലിമെന്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഓഫീസിലൊക്കെ അടിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് പോകുമ്പോൾ ഇത് ഉപയോഗിക്കുക. റിയാക്ഷൻ എന്താണെന്ന് പറയുക. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഗ്രൂപ്പിന്റെ ലിങ്കും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും കമ്പനിയിൽ മെൻഷൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്.